അല്ല, ഈ ആള് താമസിക്കുന്ന സ്ഥലം എവിടാന്നറിയോ? ഫ്ലാറ്റിന് അഡ്രസ് ഉണ്ടായിരുന്നു ഫോണില്. ഫോണൊന്നും ഓണായിക്കോട്ടെ കേട്ടാ. ഇതേട്ടാ ഫ്ലാറ്റിന്റെ അഡ്രസ്. ഇത് 10-15 കിലോമീറ്റർ ഉണ്ടല്ലോ, സമയം എടുക്കും. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓഫ് ചെയ്ത് വെച്ചോ, ഇതിലിട്ടോളൂ. താങ്ക്സ്. ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നോളാം. എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ തിരിച്ചെത്തിക്കോളാം. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയൊന്നുമല്ല. എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എത്തിക്കോളാന്ന്. നിങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. ഞാൻ വന്നോളാം. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ലെഫ്റ്റ് കൂടോ? ഹലോ, ഞാൻ വിളിക്കാം. അതെ, ഇതെന്റെ സ്ഥലമാണ്, എന്റെ നാട്. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞു കേട്ടാ, സോറി. മാപ്പ് ഡയറക്ഷൻ കാണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. തിരുവനന്തപുരത്ത് എവിടെ എങ്ങനെയൊക്കെ പോകണമെന്ന് ഗൂഗിൾ എൻ്റെ ഒക്കെ നന്നായിട്ട് എനിക്കറിയാം. മനസ്സിലായോ? ചേട്ടനറിയാലോ എൻ്റെ ഒരു സിറ്റുവേഷൻ. ഞാൻ അത് ടെൻഷനിൽ പറഞ്ഞു പോയതാട്ടാ, സോറി. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ചേട്ടനിപ്പോൾ ഞാൻ ഒരു ഇറിറ്റേഷൻ പോലെ ആയല്ലേ. 3 വർഷത്തെ പ്രേമമായിട്ടാ ഞാനും അവനായിട്ട്. അവനോ മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടണല്ലോ. ചേട്ടന് മനസ്സിലാവില്ല എൻ്റെ അവസ്ഥ. സോറി ഏട്ടാ. അതെ, ഞാൻ അവിടെ കൊണ്ട് വിടത്തേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് എനിക്കൊരു സ്ഥലം വരെ പോകാനുള്ളതാ. ഈ രാത്രിയില്ല, അല്ല അവിടെ കൊണ്ടുവിട്ടാ മതി. അത് തന്നെ വലിയ കാര്യം. താൻ വീട്ടുകാരറിയാതെ ഒളിച്ചോടി വന്നാണോ? അല്ല, ചോദിച്ചതേ ഉള്ളൂ. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് തന്നെ വന്ന്. ഇക്കാലത്തെ പിള്ളേരുടെ കാര്യമാണേ, ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാ. ചേട്ടൻ മറ്റേ അമ്മ ഉണ്ടായി പോണോ? അല്ല, ഈ കാലത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചു. ഒന്ന് വേണ്ടി ചേട്ടാ, ചേട്ടാ പെട്ടെന്ന്. എന്താ മോളെ കുഴപ്പം? കുഴപ്പമില്ല.
പഠിക്കുന്ന ടൈം തൊട്ട് എനിക്ക് പ്രശ്നമുണ്ട്. വേറൊരാൾ ഛർദ്ദിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഛർദ്ദൽ വരും. ചേട്ടന് ചെറുതിലുണ്ടപ്പം എൻ്റെത് പോയി. ആണോ? ആ ചിലർക്ക് അങ്ങനെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഞാൻ ഓക്കെ. പോ. ഹലോ, എന്തു പറ്റി? ഒന്നുമില്ല. ഓക്കെ അല്ലേ? അയ്യോ, പ്രശ്നമുള്ളോ? എന്തു പറ്റേട്ടാ? അല്ല, പോലീസ്. അതിന് ഞാനേ 2 അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഛർദ്ദിച്ചു കളഞ്ഞില്ലേ? എന്നാലും സ്മെല്ലേ. നോക്കാം. വണ്ടി എടുക്കും. ഉറപ്പാണോ? ആ ആഹാ, കല്യാണ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വരുവാണല്ലേ? ചേട്ടൻ അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. എക്സ്പ്രഷൻ കണ്ടാൽ അറിയാമല്ലോ. അല്ല, ഞങ്ങളുടെ അടുത്തൊരു സ്ഥലം വരെ പോയിരുന്നു, അതാ. പിന്നെ ഊതി വെച്ച് പോവാം നമുക്ക്. സാർ, ഇത് SP രാജ്കുമാർ സാറിന്റെ ഫ്രണ്ടാ. ഏ? സാർ, ആ വണ്ടിയിലിരിക്കുന്ന രാജ്കുമാർ സാറിൻ്റെ ഫ്രണ്ടാണ്. അത് വേണ്ടെന്തെന്ന് വെച്ച് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ നോക്കി വിടും. ഈ ചെറിയ കാര്യത്തിനൊക്കെ രാജ്കുമാർ സാറിൻ്റെ പേര് പറയുന്നത് വളരെ കഷ്ടമാണ് കേട്ടോ. വയ്ക്കോ വയ്ക്കോ. ഇയാളെന്തിനാ SP രാജ്കുമാറിന്റെ പേരൊക്കെ പറയാൻ പോയത്? അതിന് എനിക്ക് വേറെ ഐഡിയ ഒന്നും കിട്ടിയില്ല. ഇപ്പൊ സംഭവം വർക്കൗട്ടായില്ലേ? വർക്കൗട്ടായി. അതാണ്.